ഹലോ, നമ്മൾ ഇന്ന് രാവിലെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. രാവിലത്തെ ഫുൾ ഡേ ഇല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മളിപ്പോൾ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈവനിങ് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളിലൊക്കെ പോകണം. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡിയാകുന്നു. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് സീരീസിലെ കുറച്ച് പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും കാണണം, കമൻറ്റ്സ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കുറച്ചൊരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ഹൈദരാബാദി സ്റ്റൈൽ ടച്ച് കൊടുക്കാമെന്ന് വെച്ചു നമ്മുടെ മുട്ടക്കറിയിൽ. അതിനുവേണ്ടി നമ്മൾ മുട്ട ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് ഒന്ന് മുട്ട വറുത്തെടുക്കും. അതിനകത്തിലോട്ട് നമ്മുടെ വലിയ ഉള്ളിയാണ്, അത് ചോപ്പ് ചെയ്തിട്ടും ഒന്ന് സോട്ട് ചെയ്യും, കറിവേപ്പില ഇടും. എന്നിട്ട് നമ്മളിവിടെ ഹൈദരാബാദി മസാലയുണ്ട്. ഇവിടുത്തെ മസാല ഭയങ്കര ഫേമസ് ആണ്. അത് ഈ ബിരിയാണി മസാലയൊക്കെ, ബിരിയാണി ഇവിടുത്തെ സൂപ്പർ ബിരിയാണിയാണ്, കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവേർഡാണ്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓൾ സ്പൈസസ് തന്നെയാണ്, നമ്മുടെ കേരളയിൽ കിട്ടുന്ന സ്പൈസസ് തന്നെയാണ്. പക്ഷെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, സ്ട്രോങ് ആണ് സ്പൈസസ്. അപ്പം ജാതിയുടെ തന്നെ പത്രിയൊക്കെ നന്നായിട്ട് ഇവർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് സോട്ട് ചെയ്ത ശേഷം നമ്മുടെ ഗരം മസാല ഇടുന്നുണ്ട്. അതായത് പെരുംജീരകം, ഗരം മസാല എന്ന് വെച്ചാൽ ഈ ഹൈദരാബാദിൽ കിട്ടുന്ന മസാലകളെല്ലാം കൂടെ പൊടിച്ച് നമ്മൾ വെച്ചാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് തക്കാളി പൾപ്പാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ്. നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ചപ്പാത്തി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫടാഫട്ട് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാനുള്ളതാണ്. പിന്നെ ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇവിടെ ആഷാഢ മാസമാണ്, ചെറിയൊരു മഴയുണ്ട്, നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണും. നമ്മുടെ ഹൈദരാബാദിൽ നമ്മളുടെ ഓരോ ട്രാവൽ, അവിടുത്തെ സ്പോട്ടുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ വരുന്നുണ്ട്. നിങ്ങൾ കാണുക, കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെന്താ കമൻറ്റ്സ് ചെയ്യണം. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ഇത് നന്നായി ബോയിൽ ചെയ്തിട്ടുണ്ട്, ബോയിലായിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചേർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഒരു പാൽപ്പൊടിയാണ് നമ്മൾ അതിനകത്തോട്ട്, പാൽപ്പൊടി ഒന്ന് കുറുക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കാഷ്യൂ ചേർക്കാൻ പറ്റും. അതിന് പകരം നമ്മൾ ഇച്ചിരി പാൽപ്പൊടി ചേർത്ത് കാണും, ഗ്രേവിക്ക് കുറച്ചൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നത്. നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് ശേഷം നമുക്കിതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് മല്ലിയില ഇടാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ കുറേ ലെങ്തി ആണെന്ന് തോന്നുന്നു, ഒരു 3 മിനിറ്റ് കൂടുതലുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.